രാജ്യത്തിനായി സംസാരിക്കുമ്പോഴെല്ലാം തങ്ങളെ നിശബ്ദരാക്കുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രെ രംഗത്ത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുൻപിൽ ഹാജരായതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇഡി സമൻസ് അയച്ചതിനെ തുടർന്നാണ് ഇന്ന് ഹാജരായതും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതികളിൽ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. പിന്നാലെയാണിപ്പോൾ റോബർട്ട് വാദ്രയ്ക്കും നിയമ നടപടി നേരിടുന്നതും. ഇതോടെ നെഹ്റു കുടുംബത്തിലെ അഴിമതികളെ കുറിച്ചുള്ള കഥകൾ വീണ്ടും ചർച്ചയാവുകയാണ്. പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് നെഹ്റു കുടുംബം ഇന്ന് ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന് വന്നതെന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാനാകില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത്. BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പതനത്തിലേക്കാണ് കൂപ്പുകുത്തുന്നതും. ഇനിയൊരിക്കൽ കൂടെ BJP അധികാരത്തിൽ വന്നാൽ പിന്നെ പൂർണ്ണമായും കോൺഗ്രസ് എന്നൊരു പാർട്ടി തന്നെ നാമാവശേഷമാകുമെന്നതിന് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ സ്വയം തെറ്റുകൾ പോലും ചെയ്തുകൊണ്ട് അത് BJPയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നതും. അതേസമയം ഇതിനെ ഒരു രാഷ്ട്രീയ പ്രതികാരം എന്ന് വിശേഷിപ്പിച്ച വാദ്രെ താനോ തന്റെ സഹോദരി ഭർത്താവ് കോൺഗ്രസ് നേതാവ് രാഹുലോ രാജ്യ താല്പര്യത്തിനായി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. കേസിൽ ഒരു കഴമ്പുമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ ഒന്നുമില്ല എന്ന് കഴിഞ്ഞ 20 വർഷമായി തന്നെ 15 തവണ വിളിച്ചു വരുത്തി ഓരോ തവണയും 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്യുന്നുണ്ട്. 23,000 രേഖകൾ സംഘടിപ്പിക്കുക എളുപ്പമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഏപ്രിൽ 8-ന് ഈ കേസുമായി ബന്ധപ്പെട്ട് 50-കാരനായ വാദ്രയ്ക്ക് ആദ്യം സമൻസ് അയച്ചെങ്കിൽ പോലും ഹാജരായില്ല. തുടർന്നാണ് വീണ്ടും സമൻസ് അയച്ചതെന്നും ഇഡി മുൻപാകെ ഹാജരായി കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഏജൻസി വാദ്രയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വാദ്രയെ ഫെഡറൽ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വീണ്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിക്കൊണ്ട് റോബർട്ട് വാദ്രെ രംഗത്ത് വന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയ മോഹം പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് പിന്നാലെ തന്നെ ശരിയായ സമയത്ത് താൻ പാർലമെന്റിൽ എത്തുമെന്നും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്താണ് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും. താൻ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കോൺഗ്രസ് അംഗീകരിച്ചാൽ കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ തന്നെ താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത്. ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം കാരണം വർഷങ്ങളായി തന്നെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കാറുണ്ട് എന്നും അതുപോലെ തന്നെ റോബർട്ട് വാദ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗാന്ധി കുടുംബത്തിലെ അംഗമെന്ന നിലയിലാണ് എനിക്ക് രാഷ്ട്രീയമായുള്ള ബന്ധം. എന്നാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പല പാർട്ടികളും എൻ്റെ പേര് ഉപയോഗിക്കുന്നുവെന്നും എന്നെ രാഷ്ട്രീയത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഓരോ തവണയും തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ പേര് പരാമർശിക്കുന്നു. അവർക്കെതിരെ ഒരു വിവാദം ഉണ്ടാകുമ്പോഴെല്ലാം അതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ എൻ്റെ പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പ്രിയങ്ക ആദ്യം പാർലമെന്റിൽ വരണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അവൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. അവരിൽ നിന്ന്, രാഹുലിൽ നിന്നും, കുടുംബത്തിലെ എല്ലാവരിൽ നിന്നും ഞാൻ നിരവധി കാര്യങ്ങൾ പഠിച്ചു. തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും അനുഗ്രഹത്തോടെ തന്നെ ഞാൻ ആ തീരുമാനം എടുക്കുമെന്നും രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അതിന് മാറ്റം കൊണ്ടുവരണമെന്നും കൃത്യമായ ധാരണ തനിക്കുണ്ടെന്നാണ് വാദ്ര ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.